പ്രാരാബ്ധങ്ങൾ, തിരക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് നടക്കൂല? പഠിപ്പൊന്നും നടക്കൂല. ഉള്ള സമയത്ത് ഇതൊക്കെ നേടാനുള്ള പരിശ്രമം ചെയ്യണം. കാരണം ഈ ഇൽമില് ഇസ്സത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ദുനിയാവിന്റെ ഇൽമിൽ അള്ളാഹു ഇസ്സത്ത് വെച്ചിട്ടില്ല. ദീനിന്റെ ഇൽമിൽ ഇസ്സത്തുണ്ട്. ഇബ്നു മസ്ഊദ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ റളിയല്ലാഹു അൻഹു പറയും, നമ്മൾ ഭയങ്കര ആവേശത്തിൽ ആ സഹാബിനെ ഓർക്കും. ആ സഹാബി വലിയൊരു തറവാടിയൊന്നുമല്ല, ഭയങ്കര വലിയ കുടുംബത്തിൽ ജനിച്ച ആളൊന്നുമല്ല, ആരുമില്ല. ഫഖീറായ കുടുംബത്തിൽ ജനിച്ച ഇബ്നു മസ്ഊദിന്റെ ഉമ്മാവും ഉപ്പാവും ഒക്കെ ആടിനെ മേയ്ക്കുന്ന ജോലിക്കാരാണ്. ആടിനെ മേയ്ക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു പേര് വലിയ പെരുമയൊന്നുമില്ല, വല്ല തടിയും മണ്ണുള്ള സഹാബിയല്ല, എരിഞ്ഞ മനുഷ്യനാണ്. പക്ഷെ സഹാബാക്കളുടെ കൂട്ടത്തിലെ ഉന്നതന്മാരിൽപ്പെട്ട സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അബ്ദുല്ലാഹ് പേര്, മസ്ഊദിന്റെ മകൻ അബ്ദുല്ലാഹ്. നല്ല ആലിമാണ്, ഹദീസ് പണ്ഡിതനാണ്, ഫിഖ്ഹിൽ പണ്ഡിതനാണ്, ഖുർആൻ ഏറ്റവും നന്നായി ഓതാൻ അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇങ്ങനെ വേണം നമ്മൾ ആളുകൾക്കിടയിൽ ഓർക്കപ്പെടാൻ. മനസ്സിലാവല്ലോ? നമ്മളെപ്പറ്റി ആൾക്കാർക്കിടയിൽ പറയുമ്പോൾ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നമ്മളുടെ മികവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലെവലുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം നമ്മളെ ആളുകൾ ഓർക്കേണ്ടത്. അതാണ് ഇസ്സത്ത്. ദുനിയാവിന്റെ കാര്യം പറഞ്ഞിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മള് ഖുർആൻ പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങളുടെ ഇമാമുകളായി നമ്മളെ നീ കബൂലാക്കണേ, അല്ലെങ്കിൽ നമ്മളെ നീ ആക്കണേ. ഇമാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേതാവ്, ലീഡർ. അപ്പൊ നമ്മളെ അറിയപ്പെടുന്നത് മുത്തഖീങ്ങളുടെ ഇമാമായിട്ടാണ്. തഖ്വയുള്ള, ദീനുള്ള, നിസ്കാരമുള്ള നല്ലവരായ ആളുകളുടെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ആ മേഖലയിൽ ഉയരണം. അതിലിങ്ങനെ അന്നാമല്ല കളി കളിച്ചാലൊന്നും അതാവൂല. ദീന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ആവേശം, ദീൻ പഠിക്കാൻ മുന്നോട്ട് വരുന്നൊരു സ്വഭാവം, ദീനിനോട് നല്ലൊരു താല്പര്യം, ഇഷ്ടം തന്നെ കിട്ടണം. ദീനിനോട് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കപടന്മാരാവും, മുനാഫിക്കങ്ങളാവും. കാരണം ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ എന്തുണ്ടാവും? ദീനുണ്ടാവും. അതുകൊണ്ടായിട്ട് ഒരു കാര്യമില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആര് കാണാത്തപ്പോഴും നമുക്ക് ദീനില്ലെങ്കിൽ പിന്നെ മറ്റേത് വെറുതെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പ്രഗത്ഭനായ പണ്ഡിതനായ സഹാബാക്കളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അധിക സമയവും ഉണ്ടായ സഹാബിയാണ് ഇബ്നു മസ്ഊദ്. അദ്ദേഹത്തിനെ മക്കത്തുനിന്ന് അബൂജഹൽ അടക്കമുള്ള ഖുറൈശി നേതാക്കന്മാര് വല്ലാണ്ട് ഉപദ്രവിക്കും, ചാട്ടവാറ് കൊണ്ട് അടിക്കും. ഇത് സൂറത്തുർ റഹ്മാൻ ഇറങ്ങി, ഉറക്കം വരുന്നില്ല, സൂറത്തുർ റഹ്മാൻ ഇറങ്ങി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഇത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബാക്കളോട്, ഇത് മക്കക്കാരെ കേൾപ്പിക്കാൻ ആരുണ്ട്? ധൈര്യമുള്ള ആരുണ്ട്? നബിയെ ചോദിക്കുന്നത് വെച്ചാൽ മക്കക്കാർക്കിടയിലേക്ക് ഇത് ഓതാൻ വേണ്ടി പോകുമ്പോൾ അവർക്കിടയിൽ നല്ലൊരു കുടുംബ മഹിമയും വലിയൊരു തറവാടിയും ഒരു ഖുറൈശികളിൽപ്പെട്ട ഒക്കെയുള്ള ആളാണെങ്കിൽ പോയിട്ട് ഓതാം, മക്കക്കാരൊന്നും ആക്കൂല, പേടിയാവും. കാരണം ചോദിക്കാനും പറയാൻ ആളുണ്ടല്ലോ. അവർ ഒന്നെന്തെങ്കിലും ചെയ്താൽ ഇവരുടെ ഗോത്രങ്ങൾ വരും, എന്തിനാ നീ അങ്ങനെ ആക്കിയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരാൾ പോയി ഓതണം എന്നാണെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ ഇവര് വർഷവും പറഞ്ഞു ഞാൻ പോയിക്കോളാം. അപ്പൊ സഹാബാക്കളൊക്കെ അദ്ദേഹത്തെ തടഞ്ഞു, നമ്മൾ പോണ്ട, കാരണം ആരുമില്ല ചോദിക്കാനും പറയാൻ, ഋഷികൾക്ക് എന്തും ആക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ പോകും. അങ്ങനെ അദ്ദേഹം കഅബന്റെ മുറ്റത്ത് ചെന്ന് ഉറക്കെ സൂറത്തുർ റഹ്മാൻ, നല്ല ഖാരിയാണ് ഇബ്നു മസ്ഊദ്, നന്നായിട്ട് ഖുർആൻ ഓതും. അപ്പൊ ഉറക്കെ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് നടക്കാൻ തുടങ്ങി ഈ സൂറത്തുർ റഹ്മാൻ. കേൾക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സൂറത്തുർ റഹ്മാന്റെ ശൈലി അറിയോ? മനോഹരമായ ഒരു അവതരണമാണ് സൂറത്തുർ റഹ്മാൻ. സ്വർഗത്തെ പറ്റിയൊക്കെ പറയുന്ന നല്ല രസമുള്ള സൂറത്താണ്. അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കണം.
മാത്രമല്ല അത് മക്കത്തുള്ള ഖുറൈശികളെ ചിന്തിപ്പിക്കുന്ന ആയത്തുകളാണ്. ഇത് ആൾക്കാരിങ്ങനെ കേൾക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ ഖുറൈശികളെ നേതാക്കന്മാർക്ക് ദേഷ്യം പിടിച്ചു. ആ ഒരു വിനോദനെ അടിച്ച് അദ്ദേഹം ബോധം കെട്ട് വീണ്. അങ്ങനത്തെ അടി കൊണ്ടു. എത്ര അടി കൊണ്ടാലാ ബോധം പോവാ? അങ്ങനെ അടിച്ചു, ബോധം പോയി. സഹാബാക്കൾ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോയി ദാറുൽ അർഖമിലേക്ക്, അവർ താമസിക്കുന്ന സ്ഥലത്ത്. സഹാബാക്കൾ പറഞ്ഞു, ഇതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പോണ്ടെന്ന് പറഞ്ഞത്. കാരണം അടി കൊണ്ടൊന്നും ഉറപ്പുണ്ട്. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ എപ്പോഴും മുമ്പിലാവാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പ്രശ്നം. അള്ളാഹു അങ്ങനെ മുമ്പിലാക്കുകയും ചെയ്തു. നമ്മളെ നെയ്യത്ത് ഇന്നമല്ല അമാലും, നമ്മളെ നെയ്യത്ത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ആ വഴിക്ക് നമ്മളെ കൊണ്ടുവരും. അങ്ങനെ ആവണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സഅൽതു, ഞാൻ ചോദിച്ചു. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. അയ്യുൽ അഅമാൽ, അമലുകളുടെ കൂട്ടത്തിൽ ഏതാണ് അഹബ്ബു, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇലല്ലാഹി, അല്ലാഹു. അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഇങ്ങനെ പല സഹാബാക്കളും ചോദിച്ചിട്ടുണ്ട്. അവരോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മറുപടി ആവണമെന്നില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ചോദിക്കുന്ന ആരുടെ അവസ്ഥ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? മറുപടി പറയും. ആ സഹാബാക്കളൊക്കെ അത് നമുക്ക് പറഞ്ഞു തന്നു. ഇബ്നു മസ്ഊദിനോട് പറഞ്ഞത് വേറൊരാൾ ചോദിച്ച ആൾ കേട്ടിട്ടുണ്ടാവില്ല. വേറൊരാൾ ചോദിച്ചതും വേറെ ആയിരിക്കും. അപ്പൊ പറഞ്ഞ മറുപടി വേറെ ആയിരിക്കും. അത് ഇവര് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് അള്ളാഹു തന്നൊരു ഖൈർ എന്താ? എല്ലാരോടും പറഞ്ഞത് നമ്മുടെ കൈവര് എത്തി. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് പറയപ്പെട്ട ഏത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. കാരണം നമുക്ക് തോന്നിയ പോലെ നിസ്കരിച്ചാൽ ശരിയാവില്ല. തോന്നിയ പോലെയും പറ്റൂല, തോന്നും പോലെയും പറ്റൂല. മനസ്സിലായോ? തോന്നിയ പോലെയും പറ്റൂല, തോന്നും പോലെയും പറ്റൂല. ഒന്ന്, അള്ളാഹു 5 നേരത്തെ നിസ്കാരത്തിന് കൃത്യമായിട്ടുള്ള ടൈം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതെന്തിനാ? നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പൾ ഇന്ന കാര്യം ഇന്ന ടൈമിന്, ഇന്നത് ഇന്ന ടൈമിന് എന്ന് പറഞ്ഞ് നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം തെറ്റിച്ചാൽ ആ സ്റ്റുഡന്റിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു വർഷം അവസാനമാകുമ്പോൾ സമ്മാനം കൊടുക്കൂലേ? ഒരു അവാർഡും ഒരു കിരീടവും ഇവൻ കൊള്ളാം, ഇവരൊന്നും സമയത്ത് ചെയ്യലില്ല എന്ന് പറഞ്ഞൊരു സമ്മാനം കൊടുക്കുമോ? പിന്നെ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചിട്ടൊന്ന് വഴക്ക് പറയും. രണ്ടാമത്തെ പ്രാവശ്യം ചിലവരോട് അടി തരും. മൂന്നാമത്തെ പ്രാവശ്യം പേരൻസിനെ വിളിപ്പിക്കും. എന്നിട്ട് എന്ത് പറയും? അപ്പൊ പഠിക്കുന്നില്ലാന്നോ? പഠിക്കുന്നുണ്ട്. ആള് നല്ല പഠിപ്പും തലയും ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയാ. പക്ഷെ എന്താ പ്രശ്നം? ടൈം പാലിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യരെ അവരെ വേറെ സ്കൂള് നോക്കിക്കോ. ഉറപ്പല്ലേ? ഇനി അങ്ങനൊന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രിൻസിപ്പളിന് കുട്ടികൾ എപ്പം വന്നാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, അവിടങ്ങളെ പേരങ്ങളെ കൊണ്ട് ചേർക്കുമോ? ചോദിച്ചാൽ മനസ്സിലായോ? ആ സ്കൂളില് ആരെപ്പം വന്നതെന്ന് നോക്കൂല, എന്ത് ചെയ്തെന്ന് നോക്കൂല, അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. തോന്നിയ പോലെ എങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾ പഠിക്കാൻ പോവോ? ഇല്ല. കാരണം അവിടെ എന്തില്ല? ഡിസിപ്ലിൻ ഇല്ല. അപ്പൊ കുട്ടികൾ ശരിയാവില്ല. അള്ളാഹു നിസ്കാരത്തിന് കൃത്യമായിട്ടുള്ള ഒരു സമയം നിശ്ചയിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം. ഒരിക്കൽ നിസ്കരിച്ചില്ല ആയിക്കോട്ടെ, രണ്ടാമത് നിസ്കരിച്ചിട്ട് ആയിക്കോട്ടെ, മൂന്നാമത് നിസ്കരിക്കുന്നില്ല, അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു പണിഷ്മെന്റ് എങ്ങാനും തന്നാൽ ഒടുങ്ങിപ്പോവും. സ്കൂളിന്റെ പ്രിൻസിപ്പൾ ചെയ്ത പണിഷ്മെന്റ് തന്നാലും ടി സി വാങ്ങിയിട്ട് അടുത്ത സ്കൂളിലേക്ക് പോവാ. നമ്മൾ ഇവിടുന്ന് ടി സി വാങ്ങിയിട്ട് എങ്ങോട്ടാ പോവാ? വേറെ പോവാൻ വഴിയില്ല. നിസ്കാരം സമയം ഗൗനിക്കാതിരുന്നാൽ അത് അള്ളാഹുവിനെ കളിയാക്കലാണ്.
നിങ്ങളെ ഉപ്പ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ഇന്ന സമയത്ത് നീ അവിടെ ഇന്ന സ്ഥലത്ത് വരണം. ഒരിക്കൽ പറഞ്ഞു, പോയില്ല. രണ്ടാമതും പറഞ്ഞു, പോയില്ല. മൂന്നാമതും പറഞ്ഞു, പോയില്ല. അപ്പൊ ദേഷ്യം പിടിക്കുമോ? എന്തായിരിക്കും ദേഷ്യം പിടിക്കാനുള്ള കാരണം? ഞാൻ പറഞ്ഞിട്ട് മൈൻഡാക്കുന്നില്ലല്ലോ. അത് താങ്ങാൻ കഴിയില്ല ഉപ്പാക്ക്. കാരണം എന്റെ മോനല്ലേ, വേറെ ആർക്കും ആൾക്ക് പ്രശ്നമില്ല, ഇത് എന്റെ മോനല്ലേ. ഉപ്പ ഞാൻ പറഞ്ഞ കേൾക്കണ്ടല്ലേ? അത് ദേഷ്യം പിടിക്കും ഉപ്പാക്ക്. നമ്മളല്ലാണ്ട് അടിമയല്ലേ. അടിമ ബോഡി തന്നതാരാ? കണ്ണിന്റെ കാഴ്ചയോ ചെവി കേൾക്കുന്നതോ ഇതാ കൊണ്ടുകൂടി കണ്ണോട് കാണുന്നതോ? ഓരോന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, 5 നേരം കൃത്യസമയത്ത് ഞാൻ ഏൽപ്പിച്ച ആള് വിളിക്കും, അന്നേരം ഇങ്ങോട്ട് വന്നോളണം. വരുന്നില്ലെങ്കിൽ റബ്ബിനെ പരിഹസിക്കലാണ്, ഇസ്തിഹാന, കളിയാക്കലാണ്. അള്ളാനെ കളിയാക്കിയിട്ട് എങ്ങോട്ടാ പോകാൻ പോകുന്നത് നമ്മൾ? എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല, ഇടങ്ങ് പോയിട്ട് വിളിക്കാനോ കാണാത്തടത്തേക്കെങ്കിലും പോകാനോ ഒക്കെ പറ്റുമെങ്കിലും ഓക്കെ. ഇതത് കഴിയില്ലല്ലോ, ഓൻ്റെ അടുത്തേക്ക് തന്നെ പോണ്ടേ. അതുകൊണ്ട് അസ്സലാത്തു അലാ വഖ്തി. എന്നാലോ കൃത്യമായി പറഞ്ഞ സമയത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവനോട് വലിയ ഇഷ്ടമായിരിക്കും. ഉപ്പ പറയും പോലെ നമ്മൾ നിന്നോടുത്തു, ഉപ്പക്ക് ദേഷ്യം വരും, ഇഷ്ടം വരും, ഉറപ്പില്ല, ഒരു സംശയമില്ലല്ലോ. അള്ളാന്റെ അടിമകളായ നമ്മള് ഓൻ പറഞ്ഞ പോലെ കറക്റ്റ് ആ സമയത്ത് നിസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുമാണ്. അത് ചെയ്യുന്നോനെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ കൽപ്പനവും പരിഗണിച്ചു. ളുഹറിന്റെ ടൈം അള്ളാഹു നിശ്ചയിച്ചൊരു ടൈമുണ്ട്. ഫജ്റിന് ഇപ്പൊ ടൈം എത്രയാ? 4 അതാണ് അതിന്റെ ടൈം. സുബഹിന്റെ ടൈം അതാണ്. ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. 7 മണിയാകുമ്പോൾ എണീച്ച് 2 റക്അത്ത് നിസ്കരിച്ചാലും സുബഹ് നിസ്കാരാവും, 2 റക്അത്താവും. പക്ഷെ അത് അനുസരണയിൽപ്പെട്ടതല്ല. അനുസരണ എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിശ്ചയിച്ചൊരു ടൈമുണ്ട്, ആ ടൈമിൽ എണീക്കാൻ പറ്റണം. നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് നിങ്ങളെ ഉപ്പാനെ അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ പറ്റി ഉപ്പ എന്താ മനസ്സിലാക്കുക? ഇവനാണ് ശരിയില്ല. അള്ളാഹു പറഞ്ഞ ടൈമിൽ നമുക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങള് ഉപ്പ പറയുന്നത് അനുസരിക്കാത്തത് ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്ന് വെച്ചു. ഉദാഹരണത്തിന് ആൾക്കാരെല്ലാം അറിയുന്നുണ്ട്, ഇവൻ തീരെ ഉപ്പാനെ അനുസരിക്കുന്നില്ല, ഉപ്പാനെ വകവെക്കുന്നില്ല, ഒരു വില കൊടുക്കുന്നില്ല എന്ന ആൾക്കാര് കണ്ടാൽ അവരെന്തായിരിക്കും നമ്മളെ പറ്റി പറയാ? എന്ത് ചെക്കനായ അവന്റെ ഉപ്പ എല്ലാം കൊടുത്തു, പഠിപ്പിച്ചു, ഇങ്ങനെയാക്കി അങ്ങനെയാക്കി. പക്ഷെ പറയുന്ന കേൾക്കുന്നില്ല, ഇവനാള് പോരാ. അള്ളാഹു പറഞ്ഞ സമയത്ത് എഴുന്നേറ്റ് വരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരാള് ശരിയില്ല എന്നല്ല അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? സ്ഥിരമായിട്ട് എപ്പോഴെങ്കിലും അല്ല. ഇന്നലെ രാവിലെ സിനാണ് നിലമേന എടുത്തു സുബഹിക്ക്, ഓരോ പള്ളിയിൽ വന്നില്ല. ഇന്നും പള്ളിയിൽ വന്നു. ചീക്ക് എന്ത് തലവേദന ഉണ്ടായില്ലേ? ഒരു സ്ഥിരം പരിപാടിയാക്കിയ നേരത്തെന്താ അറിയോ? ഒരാള് ശരിയില്ല, അതുകൊണ്ടാണ് അടിക്കാൻ പറ്റാത്തത്. ഒരാള് ക്ലിയർ ആണെങ്കിൽ വന്നിരിക്കും, ഒരു തടസ്സം ഉണ്ടാവില്ല. അതായത് ഒന്നാമത് കൃത്യമായിട്ടും 5 നേരം അള്ളാഹ് പറഞ്ഞ ടൈമിൽ നിസ്കരിക്കണമെങ്കിൽ അള്ളാഹിനോട് കുറച്ച് മുഹബ്ബത്ത് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവണം. അല്ലാണ്ട് ഇതൊന്നും നടക്കൂല. അത് അള്ളാഹിനോട് നമ്മള് ദുനിയാവിനോട് നമുക്ക് ഇഷ്ടമുണ്ട്, ദുനിയാവിലുള്ള ആൾക്കാരോട് ഇഷ്ടമുണ്ട്, ചില ആൾക്കാരോട് പ്രത്യേകം ഇഷ്ടമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, മേടയും പോവും. അവർ വിളിച്ചിട്ട് പറഞ്ഞു രാത്രി 2 മണിക്കുള്ള ഞാൻ മടക്കേറിയിട്ടുണ്ടെന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞാൽ ചില ആളെന്താക്കും, പല കാറിന്റെ താക്കോലും എടുത്തിട്ട് 2 മണിക്ക് പോകും ബസ് സ്റ്റാൻഡിലേക്ക് ഓനെ കൂട്ടാൻ. കാരണം ഈസ് മൈ ഫ്രണ്ട്, ഓൻ
പറഞ്ഞാരാ? ചങ്ങായി. ചങ്ങായി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ഇഷ്ടപ്പെടട്ടെ? അള്ളാഹുള്ള ഇഷ്ടം കാണിക്കണം. അസ്സലാത്തു അലാ വഖ്തിഹാ, എന്താ അർത്ഥം? സമയത്ത് നിസ്കരിക്കണം. ഏതാണ് അവിടെ ആ ബോർഡിൽ നോക്കിയാൽ മതി, കറക്റ്റ് ടൈം അതാണ്. ആ സമയത്ത് നമ്മൾ എവിടെ ഉണ്ടാവണം? നാട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആളുടെ അടയാളമാണ് പള്ളിയുമായിട്ടുള്ള അവരുടെ. അങ്ങനെ അള്ളാഹു തന്നെങ്കിൽ എന്ത് ചെയ്യണം? നിലനിന്ന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഇരിക്കുന്നവരെ. മനസ്സിലായോ? ഈ ഗുണ്ടുമണിക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്. ആരെയാ? പറഞ്ഞോ, നമുക്ക് സംസാരിക്കാൻ പോകാനുണ്ട്. പേരായിട്ട് പറഞ്ഞു. അങ്ങനെ ആരൊന്നുമില്ലേ? ചങ്ങയൊന്നുമില്ലേ? ആരാ? ചങ്ങായിച്ചിനെ പറ്റി ഞാൻ ചോദിക്കൂലല്ലോ. ചങ്ങായി ആരാ? സിനാനാ? ഭയങ്കര ചങ്ങായെന്ന് വെച്ചു. സിനാനിനെ നീ വിഷമിപ്പിക്കോ സന്തോഷിപ്പിക്കോ? എങ്ങനെ? സിനാനെ എങ്ങനെ സന്തോഷിപ്പിക്കും? വെറുതെ നോക്കിയിട്ട് സിനാനെന്താ ഇഷ്ടം എന്ന് നോക്കും, സിനാന്റെ താല്പര്യങ്ങൾ നോക്കും, അല്ലേ? അതിനനുസരിച്ച് നിന്നു കൊടുക്കും. സിനാനിപ്പോ ഇഷ്ടം എന്തായിരിക്കും? കിടന്നുറങ്ങലായിരിക്കും. രാവിലെ കിടന്നുറങ്ങലാണ് ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും? ഓനെ ഉറക്കായിരിക്കും, ഉറങ്ങുന്ന ടൈം അപ്പുറം ബുദ്ധിമുട്ടിപ്പിക്കണ്ട, വിളിക്കണ്ട. അതാ ഇഷ്ടത്തിന്റെ ഭാഗം. അവന് തിന്നാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പോയിട്ട് ഭക്ഷണം കഴിച്ചോളൂ. അതായത് ഒരാളുടെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കിയാൽ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കും. താല്പര്യം മനസ്സിലായ അനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കും. അതല്ല ഇഷ്ടത്തിന്റെ ഭാഗം. അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിലോ, നമുക്ക് അള്ളാഹിനോട് മുഹബ്ബത്ത് ഉണ്ടെങ്കിലോ അതിനനുസരിച്ച് നിന്ന് കൊടുക്കും. അള്ളാഹ്ക്കനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കും. നമുക്ക് നിന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ? നമുക്ക് മുഹബ്ബത്ത് ഉണ്ട്. ഇല്ലേ, നമുക്ക് മുഹബ്ബത്തില്ല, അതുകൊണ്ട് നിന്ന് കൊടുക്കാൻ പറ്റാതെ. അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ? ദുനിയാവിന്റെ ഈ രീതികളിലൊന്നും വഞ്ചിക്കപ്പെട്ടു പോവണ്ട, ചതിയിൽപ്പെട്ടു പോവണ്ട. അള്ളാഹ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് നമ്മളോട് താല്പര്യത്തിനനുസരിച്ച് നിന്ന് കൊടുത്താൽ തിരിച്ചിങ്ങോട്ടും പരിഗണിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അസ്സലാത്തു അലാ, പ്രത്യേകിച്ചും ആര്? പള്ളിന്റെ തൊട്ടടുത്തുള്ളവർ, ഫ്ലാറ്റിൽ നിൽക്കുന്നവരും. നീ കുറച്ച് ദൂരെയാണല്ലേ, അവിടെ സുഖക്ക് വരണ്ട. എന്നാലും എത്ര ദൂരം ഉണ്ട്? ഒറ്റ ദൂരം ആർക്കാ? നിനക്ക് നീ എവിടെ നിന്നാ വരുന്നത്? കോളേജിൽ നിന്നാ വരുന്നത്? ഹോസ്റ്റലിൽ. പിന്നെ എനിക്കും ദൂരമില്ല, അത്രയൊന്നുമില്ല. നിന്റെ താമസിക്കുന്നത് എവിടെയാ? നീയോ? നീ ആരാ പോലെ? കുറച്ച് ഗുരുത്തക്കേട് ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ പോലെ എവിടെയാ? അയാൾ തുള്ളിയ പള്ളിയിലൊക്കെ പോയി. ഒരു ഹദീസ് ഉണ്ട്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാണ്ട് നിസ്കാരമില്ല. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാണ്ട് നിസ്കാരമേ ഇല്ല. പുറത്ത് നിസ്കരിച്ചൂടാ, പള്ളിയിലൊക്കെ തന്നെ വെള്ളം. ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാരൊക്കെ മെയിനായിട്ട് ചിന്തിക്കാറ് കാണുന്ന അറിയും, പള്ളി നിസ്കരിച്ചാലേ നിസ്കാരമാവുള്ളൂ, പുറത്ത് നിസ്കരിച്ചാൽ നിസ്കാരമാവൂല. പെണ്ണുങ്ങളൊക്കെ, ആണുങ്ങൾക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അസ്സലാത്തു അലാ വഖ്തിഹാ, കൃത്യസമയത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിനോട് നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം എങ്ങനെ വരണം എന്നറിയോ? ടൈമായാൽ പിന്നെ ഒരു പടക്കലായിരിക്കണം, ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ. ചില മനുഷ്യന്മാരുണ്ട്, എനിക്ക് അറിയുന്ന ചില ആൾക്കാരുണ്ട്, ബാങ്ക് കേട്ടാൽ പിന്നെ നമുക്ക് പള്ളിയിൽ പോകണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല.
അതൊക്കെ നല്ല ഈമാന്റെ അടയാളാണ്, നല്ല പ്രകാശിക്കുന്ന ഈമാൻ. കാരണം ഹയ്യ അല സ്വലാ എന്താർത്ഥം? ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. ആരാ വിളിക്കുന്നത്? ബാങ്കിന് ശേഷമുള്ള ദുആ പറയണം. എന്നോട് പറ, ബാങ്കിന് ശേഷമുള്ള ദുആ. അറിയോ? സമയങ്ങളല്ല. ശരി, എന്നാ നീ പറഞ്ഞ ചിരിച്ച് നീ പറഞ്ഞ. സായിമാണല്ലേ പറഞ്ഞാൽ കേൾക്കുമ്പോൾ അറിയാം. ഞാൻ പറഞ്ഞേ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ابراهيم انك حميد مجيد. اللهم بارك على محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم رب هذه دعوة التامة والصلاة القائمة آت محمد الوسيلة والدرجة مقاما محمودا الذي وعدته. ആര്? ഫാത്തിമ? مقاما محمودا اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته. പറഞ്ഞ ഇതിന്റെ പേരെന്താ? അറിയോ? പറഞ്ഞേ. നീ എന്ത് ഞാൻ ദേഷ്യം പിടിച്ചോണ്ട് നോക്കുന്നു? തിരിച്ചോണ്ട് പറഞ്ഞൂടെ? ആ പത്തൊക്കെ പിടിച്ച മമ്മില്ല. പറയാത്തോണ്ടാ കിട്ടാത്ത. അറിയോ? ഓഹോ, പ്രസിഡന്റിന് ഒരു പരാതി കൊടുക്കാനുണ്ട്. എന്താ കൂലി? അതിന് ആ ദുആ ചെയ്താലുള്ള കൂലി എന്താ? ബാങ്കിന് ശേഷമുള്ള ദുആ പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലിൽ കൂടി പ്രവേശിക്കാൻ വേണ്ടി പറയും. വല്ല സമയം എന്തെങ്കിലും ഉണ്ടോ പറയാൻ? സ്വർഗത്തിന്റെ 8 വാതിലിൽ കൂടിയും പ്രവേശിച്ചോളാൻ പറയും. സ്വന്തമായി തങ്ങളുടെ ശഫാഅത്ത് കിട്ടും. ഈസിയായിട്ട് പറയാവുന്നത് ഹയ്യ സ്വലാ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ. ഈ വിളിയുടെ ഉടമസ്ഥനായ അല്ലാഹുവേ. നമുക്കിനർത്ഥം ഈ ദഅവത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. ഒന്നുകൂടെ അടുത്ത ആഴ്ച പറഞ്ഞു കേൾപ്പിച്ചാണ്ടേ. അപ്പൊ ആരാ ശരിക്കും വിളിക്കുന്നത്? സദ്ദാമല്ല, പിന്നെയോ അല്ലാഹുവാണ്. സദ്ദാമിനെ അല്ലാഹ് ഏൽപ്പിച്ചതാണ് മോന് പകരമായിട്ട് വിളിക്കാൻ. അപ്പൊ അന്ന് വിളിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോ തന്നെ നിന്നെ മറ്റാളെ വിളിച്ചാൽ നീ പോലെ പോവല്ലോ പോവല്ലോ. ഞാൻ ആരും മനസ്സിലായോ? അള്ളാഹുവിന്റെ വിളിയാണ്. മഹബത്തുള്ളവനാ കൂടി പരിഗണിക്കും, മഹബത്തില്ലാത്തവന് ഒരു കൂസലും ഉണ്ടാവില്ല. അള്ളാഹു അവസ്ഥയോട്ട് കാക്കട്ടെ. സ്വലാത്തു അലാ വഖ്തിഹ, ഒന്നാമത്തെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ ഏതാണ്? സുമ്മ അയ്യു എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ്? ഖാല ബിർറുൽ വാലിദൈൻ. കാരണം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ. ബർറ്, ബിർറ്, ബുർറ്, അങ്ങനെ 3 വാക്കുണ്ട് അറബിയിൽ. അറബിന്റെ ഹർക്കത്ത് മാറിയാൽ അർത്ഥം മാറും. ബിർറ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ? നന്മ ചെയ്യാൻ. ബർറ് എന്ന് പറഞ്ഞാൽ കര, കടലും കരയുമില്ലേ, കരഭാഗം ബർറ്. ബുർറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ഗോതമ്പ് അറിയും. വീറ്റ്, ആ തന്നെ ഗോതമ്പ് മനസ്സിലായില്ലേ?
ഒരു ഹർക്കത്ത് മാറിയപ്പോൾ മൂന്നൊന്നായി മാറി. അപ്പൊ ബിർറെന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക, ഗുണം ചെയ്യുക മാതാപിതാക്കൾക്ക്. എന്താ അവരോടുള്ള ഏറ്റവും വലിയ ഗുണം? സന്തോഷിപ്പിക്കുക, പനയും സന്തോഷിപ്പിക്കുക. ഒറ്റ വാക്ക്, അവർ സന്തോഷത്തിലാണെങ്കിൽ അള്ളാഹു സന്തോഷത്തിലാണ്, അവർ ദേഷ്യത്തിലാണെങ്കിൽ അള്ളാഹു ദേഷ്യത്തിലാണ്. വേറെ എത്ര നല്ലവനായിട്ടും കാര്യമില്ല. ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസിന്റെ കാര്യത്തിൽ അത് സഹീഹാണോ ദഈഫാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ അൽഖമ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ കലിമ പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് വാക്ക് എന്താവണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേസ് വന്നു. അപ്പം സുബൈ പറഞ്ഞു, അൽഖമന്റെ ഉമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. പോയി ചോദിക്കുമ്പോൾ പ്രശ്നം എന്താ അറിയും? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മാനെ കുറച്ചൊരു പരിഗണന കുറഞ്ഞു പോയി. ആരെ പരിഗണിച്ചു? മാപ്പ് കൊടുക്കണം അൽക്കമക്ക്, അല്ലെങ്കിൽ അൽക്കമ നരകത്തിലേക്ക് പോയിപ്പോകും. അപ്പൊ തന്നെ ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തത്. ഇത് സഹാബി അൽക്കമന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ വഴിയിൽ നിന്ന് കേൾക്കുന്നത് അദ്ദേഹം കലിമ പറയുന്നതാണ്. മനസ്സിലായോ? ഭയങ്കര ഡേഞ്ചറാണ് ഉപ്പയമ്മ. ഇനി അവര് കാഫിറാന്ന് വെച്ചു, ഉമ്മാവും കുഫറിലാണെന്ന് വെച്ചോ, എന്നാലും അവരോടുള്ള ഹക്ക് തന്നെ. ആ ബന്ധം ഒരിക്കലും മാറ്റാൻ പറ്റില്ല, ഒരിക്കലും. ഭാര്യനെ മാറ്റാൻ പറ്റുമോ? അത് ശരി, ഇപ്പോഴേ കിട്ടുന്നതിന് മുമ്പ് തന്നെ മാറ്റാനുള്ള പരിപാടിയില്ല. ഭാര്യനെ മാറ്റാൻ പറ്റും. ഒന്നിനെ കെട്ടി, പിന്നെ തീരെ ശരിയില്ല, നാവ് ശരിയില്ല, സ്വഭാവം ശരിയില്ല, വൃത്തിയില്ല, മനാലുമില്ല, അടുത്തവ കേട്ടോ, പ്രശ്നമില്ല. ആ ബന്ധം അത്രേ ഉള്ളൂ. ഉമ്മനെ മാറ്റാൻ പറ്റോളാം, കൊണ്ടോളി. ഉമ്മ ഉപ്പ ഏത് കാലം വരെ? ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റമില്ലാത്ത ബന്ധമാണ് ഉപ്പാന്റെ ഉമ്മാന്റെ ബന്ധം. അവിടെ ആളെ സന്തോഷിപ്പിക്കുക, ഏറ്റവും വലിയ കാര്യം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ മാതാപിതാക്കളോട് നന്മ കാണിക്കുക. പരിശുദ്ധ ഖുർആനില് അതെങ്ങനെയാന്ന് വരെ അള്ളാഹു വിശദീകരിച്ച് പറഞ്ഞു തന്നു. സൂറത്തുൽ ഇസ്രാഈന്റെ ആയത്തറിയോ? ഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് പറ്റുള്ളൂ, അതിനോടൊപ്പം മാതാപിതാക്കളോട് നല്ല നിലക്ക് നിൽക്കണം. അതെങ്ങനെ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമാ ഔ കിലാഹുമാ. ഉപ്പാവും ഉമ്മാവും രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ നിങ്ങളടുത്ത് വയസ്സായ സമയത്ത് വന്നു നിന്നാൽ ഉഫെന്ന് പോലും പറയാൻ പാടില്ല. ചിലപ്പോ നമ്മൾ ഉപ്പാനോട് പറയില്ല, പക്ഷെ ആരോട് പറയും? ഉമ്മ. കാരണം ഉപ്പാനേക്കാളും സ്നേഹം കൂടുതൽ ഉമ്മക്ക് ഉണ്ടാവും. നമ്മളങ്ങനെ വാത്സല്യത്തോടെയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക. നമുക്ക് വലുതാകുമ്പോൾ ഒരു ധൈര്യം കിട്ടും ഉമ്മാനെ നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ. പക്ഷെ ഉപ്പാനേക്കാളധികം ഉമ്മയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള മുഖം ആക്കലുണ്ടല്ലോ, അതുവരെ കാണിക്കാൻ പാടില്ല. ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല. ഉമ്മാനേക്കാളും വലിയ സൗണ്ടിൽ നമ്മൾ സംസാരിച്ചൂടാ, ഓനേക്കാളും വലിയ സൗണ്ടിൽ സംസാരിച്ചൂടാ. അവർ ചിലപ്പോൾ നമ്മളടുത്ത് അങ്ങനെ പറയുന്നുണ്ടാവും. ചിലപ്പോൾ ന്യായം നമ്മളെ ഭാഗത്തായിരിക്കും. ഇതാണുണ്ടാവും. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ചെയ്തത് വിചാരിച്ചിട്ടാ ഉപ്പ പറയുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? കേട്ട് നിൽക്കുക. എല്ലാം കഴിഞ്ഞ് സമാധാനമായി പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ടാ ഉപ്പാടുത്ത് പറയാ സംഭവം അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഉണ്ടാണ്ട് കേട്ട് നിൽക്കുക. ദേഷ്യപ്പെടുക. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാലോ ദേഷ്യപ്പെടുന്നതും പറയുന്നതൊക്കെ ഇപ്പൊ നമ്മളെ കൈമേലുള്ളതുകൊണ്ടാണ്. ഒരു പോയാലോ പിന്നെ കിട്ടില്ല, പോയാലേ ഉമ്മാനും ശരിക്കും സന്തോഷിക്കും. അവരമ്മളെ കൊണ്ട് വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനേ പാടില്ല.
പ്രയാസപ്പെടുന്ന ഒരവസ്ഥ വരാനേ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് 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 അങ്ങേറ്റം പോകണം വന്യന്മാരുടെ മുമ്പിൽ. കരീമൻ വർത്തമാനം പറയുമ്പോൾ മാന്യമായി വർത്തമാനം പറയണം പലരുമാനോട്. ഇത് ചങ്ങായിമാരുടെ ഏറ്റവും നല്ല രീതിയിൽ പലരുമാനോടും എന്തോ നമ്മളെ കൊല്ലാൻ വന്ന ആൾക്കാരെ പോലെ അവരെ കാണുന്നത് ഇഷ്ടമല്ല, അവരോട് വർത്തമാനം പറയുന്നത് ഇഷ്ടമല്ല. ചില മക്കളുണ്ട് കുരുത്തം കെട്ടുള്ള തെമ്മാടികൾ, ഉപ്പാനെ കാണുന്നില്ല. ഉപ്പ വർക്കേക്ക് വരുമ്പോൾ മുങ്ങുക, ഉപ്പ പോയി കാണുമ്പോൾ വർക്കേക്ക് വരും. എന്തെങ്കിലും ഉപ്പ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വേഗം പോയിട്ട് കിടന്ന് ഉറങ്ങും. ഉപ്പാനെ കാണൂല, ഉപ്പാനോട് സംസാരിക്കൂല, ഉപ്പാനോട് കാര്യങ്ങൾ അന്വേഷിക്കൂല, അനുവാദം ചോദിക്കൂല. താൻ തോന്നില്ല വൃത്തികെട്ടവൻ. അങ്ങനത്തെ ആൾക്കാരെ വിശ്വസിച്ചൂടാ. സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും അതുകൊണ്ടല്ലേ ചില പെമ്പുള്ളത് ആൾക്കാരെ പ്രേമിച്ചിട്ട് എന്ത് ചെയ്യും, ചാടിപ്പോവും. മുളക്കിരിണ്ട് അങ്ങനെ. എനിക്കെന്തൊരു ആവേശം പറയുന്നു. അങ്ങനെ ഉണ്ടാവും. ആ പെണ്ണെ വിശ്വസിക്കാൻ പറ്റില്ല, ആ പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല. അവള് പിന്നെയും വേറെ അങ്ങോട്ടെങ്കിലും ചാടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവൾ ആരെ വിട്ടിട്ട് വരും, പാലും മതി. ജിമ്മനെ അവള് കണ്ടത് എപ്പോഴാ? കഴിഞ്ഞ സ്കൂൾ പോയപ്പോ. പാലും മണി കണ്ടു തുടങ്ങിയ എപ്പോഴാ? ജനിച്ച തൊട്ട് കാണുന്ന, ജനിച്ച തൊട്ട് അവളെ സംരക്ഷിച്ച് പോറ്റി വളർത്തിയ ഉപ്പാനെയും ഉമ്മാനെയും വിടാൻ അവള് തയ്യാറായെങ്കിൽ ജിമ്മനെ എന്തായാലും ഒരു കൊല്ലം കഴിയുമ്പോൾ വിട്ടിട്ട് പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോർക്കാറുള്ളൂ. നമ്മൾ മനസ്സിലായോ? വിശ്വസിക്കാൻ പറ്റില്ല. ഉപ്പാനോടും ഉമ്മാനോടും നല്ല നിരക്കല്ലാത്ത ഒരുത്തനെ നമുക്ക് ചങ്ങാതിയാക്കാൻ കൊള്ളൂല. കാരണം അവരുടെ സ്വഭാവം നന്നായിരിക്കില്ല. നല്ലവനാണെങ്കിൽ ആദ്യം ആ നല്ല സ്വഭാവം കാണിക്കേണ്ട എവിടെയാ? ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്താണ്. അതില്ലെങ്കിൽ നല്ലവനല്ല, നല്ല സ്വഭാവക്കാരനുമല്ല. മനസ്സിലായോ? അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണം. ദുർവാലില്ലേ അവര് നമ്മളെ കൊണ്ട് കരയണം, പക്ഷെ അത് സന്തോഷത്തിന്റെ കണ്ണീരായിരിക്കണം. നമ്മളെ നിലയും വിലയും ആൾക്കാർക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായവും എന്തൊരു അഭിമാനമായിരിക്കും ഉപ്പാക്കുമ്പോൾ. നമ്മളെ കുറിച്ച് 4 ആള് പോയിട്ട് ഉപ്പാനോട് നിങ്ങളൊന്നും മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അഭിമാനം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഇങ്ങനെ എന്റെ മോനെ എങ്ങനെ വളർത്തുന്നു, അതാണ് പാമ്പായിട്ട് കിടക്കുന്നത് കള്ളു കുടിച്ചിട്ട് എന്നാണ് നമ്മളെ പറ്റി പോയിട്ട് പറയുന്നെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും, സങ്കടം എന്തായിരിക്കും. അവര് കുറെ മക്കളെയും ഉപ്പമാരെയും കാണുന്നുണ്ടാവും ഇങ്ങനെ സ്നേഹിക്കുന്നതും ചോറ് വാങ്ങിക്കൊടുക്കുന്നതും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നതും സമാധാനിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് കുറെ കാഴ്ചകൾ അവർ കാണുന്നുണ്ടാവും. നമ്മളുടെ അടുത്ത് അവരത് ആഗ്രഹിക്കുന്നുണ്ടാവും, എന്നാലോട്ട് കിട്ടുന്നുണ്ടാവില്ല. എന്നാലോ മീശയും വെച്ച പിള്ളറാണ്, ഇങ്ങനെ പോയിട്ട് പറയാ അവരോട്, അങ്ങനെയും തോന്നുന്നുണ്ടാവും ഉപ്പാക്ക്. എന്ന അവസരം ഉണ്ടാക്കരുത്. നല്ല നിലക്ക് നിൽക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഉപ്പാനുമാനും ഏറ്റവും നന്നായിട്ട് നോക്കുമാനും. മനസ്സിലായോ? അവിടെ ഹദീസ് കേൾക്കാനുള്ളതല്ല, പിന്നെ എന്തിനുള്ളതാണ്? അമൽ ചെയ്യാനുള്ളത്. അമൽ ചെയ്യാനുള്ളത് എപ്പോഴും ഉപ്പാനോടും മരണം പറയുന്നത് അറിയാം. എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് പറയണം, എൻ്റെ വാക്കിലോ എൻ്റെ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നിട്ടുണ്ടെങ്കിൽ കാരണം അവരുടെ മാപ്പില്ലെങ്കിൽ അള്ളാഹു മാപ്പ് തരില്ല. ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്ന് വായിച്ച ഹദീസ് വായിച്ചേ. أحب إلى الله أحب إلى الله قال الصلاة على وقتها كل بر الوالدين متفق عليه. متفق عليه. ഒന്നുകൂടെ ഒന്ന് വായിച്ചാ നോക്കട്ടെ. എന്താ നീ എഴുതിയിട്ടേ? നീ എഴുതിയത് എനിക്കെന്നെ വായിക്കാൻ കഴിയുന്നില്ല, പിന്നെ നമ്മളെങ്ങനെ വായിക്കുന്നത്? ആ
മദ്രസ എത്രയില്ല? മദ്രസ എത്ര മാസം പോയി? കുർബാന ഏഴ് പഠിക്കുന്നുണ്ട് താഴെയല്ല. മദ്രസ പോയിട്ടില്ല. പഠിച്ചിട്ടേ ഉള്ളൂ. പോയില്ല. ഈ ഫിഖും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചില്ല നിങ്ങള്? നീ പഠിച്ചില്ല? മദ്രസ മസ്റ്റാണ്. മദ്രസ പോയിട്ട് പിന്നെ ഒന്നും കിട്ടലുണ്ടാവില്ല. عن عبد الله بن مسعود رضي الله عنه قال سألت رسول الله صلى الله عليه وسلم أي الأعمال أحب إلى الله قال الصلاة على وقتها قلت ثم أي قال بر الوالدين متفق عليه. عبد الله بن مسعود رضي الله عنه പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണ്? നബി പറഞ്ഞു, സമയത്ത് നിസ്കരിക്കലാണ്. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ്? അപ്പൊ നബി പറഞ്ഞു, മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ്. പഠിക്കാണ്ട് വരണേ. എന്താ വെച്ചാൽ